ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണിത്. അതുപോലെ തന്നെ നമുക്ക് മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ കയ്യിലുള്ള കുർത്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നന്നായിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാം എന്നതാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്മോൾ ടു മീഡിയം സൈസാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം. അതുപോലെ നമുക്കെല്ലാവർക്കും പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്ത അല്ലെങ്കിൽ ടോപ്പ് കാണുമല്ലോ. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കി വെക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ കുർത്തി വെച്ചിട്ട് അത് 2ആയിട്ട് മടക്കിയിട്ട് വേണം വയ്ക്കാൻ. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ആയതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പർ ബോഡീസും ലോവർ ബോഡീസും. താഴെ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന പാർട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അപ്പർ ബോഡീസ് മുകളിൽ വരുന്ന മെഷർമെൻ്റ് എടുക്കാം. ഞാനിവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിന് 6.5 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനുമാണ്. ആദ്യം നമ്മുടെ കുർത്തിയുടെ സെയിം അളവിൽ ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക. അവിടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ മുകളിലത്തെ പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്കിതിൻ്റെ നെക്ക് ലെങ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തിയിൽ മെഷർ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ 4 ഇഞ്ച് നീളവും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇതിൻ്റെ വീതി 3.5 ഇഞ്ചാണ്. ഇനി ഇതും മെഷർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇതുപോലെ പുറകുവശത്തെ നെക്കിൻ്റെയും ലെങ്ത് എടുക്കുക. അത് 2 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് എടുത്തിട്ടുള്ളത്. വീതി 2 ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയായിരിക്കും, 3.5 ഇഞ്ച്. ഇനി നമുക്ക് കുർത്തയുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആ ക്ലോത്ത് എടുത്തിട്ട് 4ആയിട്ട് മടക്കി വെക്കുക. നമ്മൾ 2 സ്ലീവും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 4ആയിട്ട് മടക്കി വെക്കുക. അതുപോലെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മടക്ക് വരുന്ന ഭാഗത്തായിരിക്കണം മുകൾ വശം വരേണ്ടത്. പിന്നെ ഓപ്പണിംഗ് വരുന്ന താഴത്തെ ഭാഗം ഈ തയ്യൽ വരുന്ന ഭാഗത്തും വേണം. ഇനി സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അവിടെ ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കണം. പിന്നെ അതിന് ശേഷം 1 മുതൽ 1.5 ഇഞ്ച് വരെ ഇങ്ങോട്ട് നീക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. സ്ലീവിൻ്റെ താഴത്തെ വിഡ്ത്ത് 5.5യും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. മുകളിലത്തെ ഭാഗം ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ലീവും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ലോവർ ബോഡീസ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 32 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് അതിനനുസരിച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാം. ഇനി ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഓരോ പ്ലീറ്റ്സും എടുത്ത് തയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് ആ നൂലൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ് വളരെ ഈസി ആയിട്ട് വരുന്നത്.
അപ്പോൾ അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൂല് കട്ട് ചെയ്യുന്നത് കുറച്ച് നീളത്തിലാക്കി ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ നൂലങ്ങനെ പുൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പർ ബോഡീസിൻ്റെ അതേ ലെങ്ത്ത് വരുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇട്ട് നൂല് പുൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്ലീറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണ്ട. ഇതാണ് ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും പോർഷൻസിലുള്ള ആ ക്ലോത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പർ പാർട്ടിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് വേണം ഈ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് മെഷർ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മുടെ ആ രണ്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ജോയിൻ ചെയ്തു. ഇതുപോലെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിന് വേണ്ടി ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ചീത്ത വശം വരുന്ന സൈഡിൽ തയ്ച്ചു കൊടുക്കണം. കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ തയ്ച്ചു കൊടുക്കണം. ഇനി തയ്ച്ചതിന് ശേഷം ബാക്കി വരുന്ന തുണി കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മളത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്കി വരുന്ന എക്സ്ട്രാ തുണി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് സ്ലിറ്റ് കൊടുത്തിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കണം. ഇനി ആ ക്ലോത്ത് ഇങ്ങനെ മറിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സൈഡിൽ ഫിനിഷ് ചെയ്ത് ഒടിച്ച് തയ്ക്കാം. പതിച്ച് തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എക്സ്ട്രാ വന്ന ആ പീസിൻ്റെ ഉൾവശം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിലത്തെ നെക്കും കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഷോൾഡർ രണ്ടും കൂടെ ജോയിൻ ചെയ്യാണ്. ബാക്കിലെ പാർട്ടും ഫ്രണ്ടിലെ പാർട്ടും ഷോൾഡറിൻ്റെ സൈഡിൽ വെച്ച് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റും കൂടെ ഒന്ന് നോക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് താഴത്തെ ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അത് 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ്സ് എടുക്കുക. എന്നിട്ട് ആ ആം ഹോളിൻ്റെ അവിടെ വെച്ച് ഒന്ന് നോക്കുക. മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ അവിടെ ചെറിയ വ്യത്യാസം വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നേരത്തെ കുർത്ത നോക്കുക. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ തന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ സ്ലീവിൻ്റെയും ആം ഹോളിൻ്റെയും സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി ഒരു ദിവസം ഇടാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുർത്ത യൂസ് ചെയ്തിട്ട് തന്നെ തയ്ക്കാം. അതുപോലെ ആലിയാസ് ലിറ്റിൽ ജോയ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് ആൻഡ് സജഷൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.